അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കാളും വലുത് ഉറക്കാണല്ലോ. എൻ്റെ എത്ര കാലത്ത് ആഗ്രഹം എന്നറിയോ ആ ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത്. അതുപോലെ നടത്തി തരാൻ നിങ്ങൾക്ക് വയ്യ. ഇതാണോ നിന്റെ പ്രോബ്ലം? നാളെ രാവിലെ ദേവ് പോകുന്നുണ്ട്, അവരുടെ ഒപ്പം പൊക്കോ. അതിന് ദേവു തന്നെ എൻ്റെ ഭർത്താവ്, നിങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ കൂടെയാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകണ്ടേ. വായടച്ച് മിണ്ടാതെ കിടന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വായിൽ വരെ തുണി കൂട്ടിക്കയറ്റും. ശിവ ദേഷ്യത്തോടെ പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തു വന്നു. നീ പാട്ടൊക്കെ പാടും ശിവ? വരണ അത്ഭുതത്തോട് ചോദിച്ചു. എനിക്കെന്താ പാട്ട് പാടിക്കൂടെ? അവൻ സ്ഥിരം കലിപ്പം കൂടി ചോദിച്ചു. ഇയാളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ മഹാദേവ. ഈ നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലാലോടെ കാല. അവൾ അവന്റെ പുറത്ത് പതിയെ കുത്തിക്കൊണ്ട് പറഞ്ഞു. കാല നിന്റെ തന്ത. ദേ എൻ്റെ അച്ഛനെ പറഞ്ഞാണ്ടല്ലോ എൻ്റെ തനി സ്വഭാവം നീ അറിയും. ഇനി നിന്റെ സ്വഭാവം എന്താ ഞാൻ അറിയാമല്ലേ? എനിക്കെല്ലാം അറിയാം. പിന്നെ നിന്റെ വീട്ടുകാരെങ്ങനെ സഹിച്ചിരുന്നേ.